എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വീഡിയോയുമായിട്ട് വന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ കുറച്ച് മുമ്പ് ഞാൻ കണ്ട ഒരു വീഡിയോയാണ്. മറ്റൊന്നുമല്ല, ഒരു ന്യൂസിലാണ് കണ്ടത്. ഒരു പള്ളിയുടെ, കൊല്ലം ജില്ലയിലാണെന്ന് തോന്നുന്നു, ഒരു പള്ളിയുടെ മഖ്ബറ തകർത്തിരിക്കുകയാണ്. അപ്പോൾ അതേ ചൊല്ലിയിട്ട് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുകയാണ്. പിന്നീട് അത് സോൾവ് ആവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സംഘപരിവാറിൻ്റെ ആളുകളോ അതുപോലെ തന്നെ RSS പ്രവർത്തകരൊന്നും അല്ല അത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2-3 ചാനലുകളിലൊക്കെ അതിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാനിത് കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക, കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ന് കരുതിയിട്ട് ഇതിൻ്റെ പേരിൽ ഞാനൊരു അഭിപ്രായവും പറയുന്നില്ല. ഞാനൊരു അഭിപ്രായം പറയാൻ വരുന്നില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നിങ്ങളുടെയൊക്കെ തെറി കേൾക്കേണ്ടി വരും. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഇങ്ങനെയൊരു ന്യൂസ് കണ്ടപ്പോൾ അത് എൻ്റെ ചാനലിൽ ഇടണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനത് എടുത്തിട്ടുള്ളത്. അതാദ്യമേ തന്നെ ഞാൻ പറയട്ടെ. പിന്നീട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, എന്നാൽ പലരും പറയും നിൻ്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് അഭിപ്രായം പറയുന്നതെന്നായിരിക്കും പലരും പറയുന്നത്. പക്ഷേ എന്നാലും എൻ്റെ ചാനലിൽ വന്നിട്ട് എനിക്കൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നമുക്കുള്ളിൽ തന്നെ നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റുള്ളവരിലേക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ എത്താതിരിക്കുകയാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നുമല്ലെങ്കിലും ആ ഖബറിനുള്ളിൽ കിടക്കുന്നത് ഒരു ദിവ്യനായ ഒരു മനുഷ്യൻ എന്ന് പറയാമോ എന്നെനിക്കറിയില്ല. ഒരു ദൈവതുല്യമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഖബറായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു ഖബറിനോട് ഒരു ആദരവ് കാണിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഞാൻ ഈ അഭിപ്രായം പറയുന്നത് കൊണ്ട് നിങ്ങളാരും എന്നെ ശത്രുവായിട്ട് കാണരുത്. അതെൻ്റെ ഒരു അപേക്ഷയാണ്. ഇനി ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയെങ്കിൽ ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ ആ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. കാരണം കാര്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ തെറി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നുകിൽ ഞാൻ സംഘപരിവാറാണെന്ന് പറയും, അല്ലെങ്കിൽ പറയും കടലാസ് ഹിന്ദു ആണെന്ന് പറയും. ഇപ്പോൾ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ പറയും ഞാൻ കടലാസ് ഹിന്ദു ആണെന്ന്. അതുപോലെ തിരിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ച് അവരിൽപ്പെട്ട, അതായത് ഇപ്പോൾ ജസ്ന സലീമിൻ്റെ വീഡിയോ തന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ ചാനലിലും ഉണ്ടായിരുന്നു, ന്യൂസ് ചാനലിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ചേർന്ന് കുറച്ച് പേരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തു എങ്കിലും ബാക്കിയുള്ള മുസ്ലിം സഹോദരങ്ങളെല്ലാം കൂടി ഒറ്റക്കെട്ടായിട്ട് വന്നിട്ട് എൻ്റെ ചാനലിൽ വന്ന് തെറി വിളിക്കുകയും എന്നെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം നിങ്ങളങ്ങനെ ആയിരിക്കും. അതിനോട് പിന്നെ ഞാൻ പ്രതികരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഇടുന്ന കമൻറ്റുകൾക്കൊന്നും ഞാൻ മറുപടി ഇപ്പോൾ കൊടുക്കുന്നതുമില്ല. കാര്യം നമ്മൾ നല്ലത് ഉദ്ദേശിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നേർക്കത് മോശമായിട്ട് വരുന്നൊരു സമയമാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനൊക്കും? നമ്മൾ എന്ത് പറഞ്ഞാലും പിന്നെ കുറേ ആളുകളൊക്കെ ഞാൻ വർഗീയത വെച്ച് പുലർത്തി, വർഗീയവാദിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് പേര് പറഞ്ഞു. എന്താ ചെയ്യുന്നത്? എൻ്റെ വീഡിയോകളൊക്കെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ആരും ഞാൻ വർഗീയവാദിയാണെന്നോ ഒന്നും ആരും പറയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനിതിന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് അത് എൻ്റെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രം എടുത്തിട്ടതാണ്. ഇത് ആരെയും അപമാനിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുന്നതിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ആരും പരസ്പരം കലഹിക്കരുത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സ്നേഹത്തോടെ നിൽക്കണമെന്ന് മാത്രമേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. എന്നാൽ കുറേ പേര് ചോദിക്കും നീ ആരാ ഇതിങ്ങനെയൊക്കെ പറയാനായിട്ട്, നിൻ്റെ അഭിപ്രായം ആര് ചോദിച്ചു എന്നൊക്കെ ചോദിക്കും. അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതെൻ്റെ ചാനലല്ലേ, ഇതിലെനിക്ക് ഒരഭിപ്രായം പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടോളൂ. വലിയൊരു വീഡിയോ ആണിത്. പക്ഷേ ഞാനതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഇത്തിരി ഒരു ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം ഒരു 8-9 മിനിറ്റോളം ഉള്ളൊരു വീഡിയോ ആണിത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുഞ്ഞു ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഞാനല്ലേ പറയുന്നത് പൊളിക്കട്ടെ, റിയാസ് പൊളിക്കട്ടെ. ഇത് പിന്നെ കമ്മിറ്റി ഉണ്ടല്ലോ, ഇനി കമ്മിറ്റി നിങ്ങൾ കമ്മിറ്റി പള്ളിയുടെ ലക്ഷങ്ങൾ കട്ടോണ്ടോട്ട് നിന്നെ കണ്ടില്ലല്ലോ അവിടെ, ലക്ഷങ്ങൾ കട്ടിക്കൊണ്ടോട്ട് നിന്നെ ഒന്നും കണ്ടില്ലല്ലോ അവിടെ. ചോദിക്കാൻ ആംബിയർ ഉണ്ടായിരുന്നോ? നിനക്ക് ആംബിയർ ഉണ്ടായിരുന്ന പള്ളിയുടെ ലക്ഷങ്ങൾ മോട്ടിച്ചോണ്ട് പോയാലും ചോദിച്ചാൽ നീ പൊളിയുടെ അറിയാത്ത നീ പൊളി ലക്ഷങ്ങൾ മോട്ടിച്ചാനെ പിടിക്കാൻ നീ ഒന്നും വന്നില്ല അവിടെ. നീ കൂട്ടി മക്ബറ വിളിക്കാൻ ലക്ഷങ്ങൾ കട്ടാൻ ഒരുത്തരും ചോദിക്കാനില്ലായിരുന്നു. നീ പൊളിയുടെ നീ പൊളി നീ പൊളി നീ പൊളിക്കട്ടെ പൊളി പൊളി നിങ്ങളെല്ലാം പൊളിക്കാൻ കമ്മിറ്റിയിലില്ല. ഈ നടപടിയാണ്